യെസ്, ഡോക്ടർ മുഹമ്മദ് സമുദ്ര ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഈ സമുദ്രമേഖലയിലുണ്ടായ ഈ നാശനഷ്ടങ്ങൾ അത് പരിഹരിക്കാൻ അത് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ നമുക്കുണ്ട്. അതിൽ ആദ്യം നഷ്ടപരിഹാരം നൽകേണ്ടത് തന്നെ ഈ കപ്പൽ കമ്പനിയാണ്. ഇതുവരെയുള്ള നമ്മുടെ ഇടപെടലുകൾ എത്ര കണ്ട് അത് ആർജവം ഉണ്ടാക്കിയിട്ടുണ്ട്? ഒപ്പം തന്നെ ഈ കപ്പൽ അപകടം നമ്മുടെ തീരത്തിനുണ്ടാക്കിയ നാശനഷ്ടം, പരിസ്ഥിതി നഷ്ടം, ഇത് സംബന്ധിച്ച ഒരു പഠനം നിലവിൽ നടക്കുന്ന ഫോർമാറ്റിൽ തന്നെ നടന്നാൽ മതിയോ? ഇതില് മറ്റേ കമ്പനിയുടെ നാശനഷ്ടവും അത് പരിഹാരം കമ്പനി നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് എഫക്റ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതിപ്പോ ഒരു നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലുള്ളത് കൊണ്ട് അതിന്റെ ജൂറിസ്ഡിക്ഷൻ ഒരു ലോ ഓഫ് ദി സീ ബേസ്ഡ് ആയിരിക്കും. അത് ഇന്റർനാഷണൽ ലോ ഓഫ് ദി സീ ഉണ്ട് ഓഫ് ഷോറിലുള്ളത്. അതെല്ലാം നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ കമ്പനിയുമായിട്ടുള്ള നെഗോസിയേഷനും കൂടി ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല ഡീറ്റെയിൽസ്. ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഓൺ ദാറ്റ്. പക്ഷെ മറ്റ് പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് അക്യൂട്ട് ടോക്സിസിറ്റി ഉള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് ഫിഷ് കിൽ, ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ആസ്പെക്ട്സ് കുറവാണ്. പക്ഷെ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പ്ലാസ്റ്റിക് നെർഡിൽസ് എന്ന് പറയും, ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ കുറച്ച് സാധനം സ്പിൽ ഓഫ് ആയിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി വിൽ റിമെയിൻ ഇൻ ദി സിസ്റ്റം. കുറച്ച് നാളത് ഫ്ലോട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലുമായിട്ട് കിടക്കാനും പല രീതിയിൽ അത് ഫുഡ് ചെയിനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫിഷിനെയോ മറ്റൊന്നും അഫക്ട് ചെയ്യില്ലായിരിക്കും, ചെയ്യാൻ സാധ്യതയില്ല. ബിക്കോസ് ഫുഡ് ചെയിനിൽ കൂടെ അത് ബിൽഡപ്പ് ആയിട്ടൊക്കെ വരാനൊക്കെ സമയമെടുക്കും. പക്ഷെ അറ്റ് ദി സെയിം ടൈം അത് കറന്റ്ലി മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഇതൊരു മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒരു സാധനമായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതിന് പറ്റിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് CMFRO, CFTO, ഇൻകോയ്സോ CMLRO ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് ടൈം ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യേണ്ടി വരും. ഓയിൽ ബേസ്ഡ് ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ലാർജ് ക്വാണ്ടിറ്റി സ്പില്ലേജ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കാനുള്ള. ഉണ്ടെങ്കിൽ സർഫേസിൽ കുറച്ച് സ്പ്രെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ബോയൊക്കെ ഉപയോഗിച്ച് അത് കട്ട് ഓഫ് ചെയ്തിട്ട് സ്പോഞ്ചസ് പോലെയുള്ള സാധനം വെച്ച് അത് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ താഴെ ഹെവി ഫ്രാക്ഷൻ താഴെ പോയി ബോട്ടം സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ കില്ലിങ്. അത് നമുക്ക് ഇപ്പോ അറിയാൻ പറ്റില്ല. കുറച്ചുകൂടി കഴിഞ്ഞാല് അല്ലെങ്കിൽ ബോട്ടം ബെൻഡിങ് ഗ്രാബൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഹെവി ഫ്രാക്ഷൻസ് കാര്യമായിട്ട് ആ മെൻഷൻ ചെയ്തേക്കണമെന്ന് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ എൻവയറമെന്റൽ കോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടും കുറച്ചൊക്കെ ഉണ്ടാകും. അത് ഇറ്റ് വിൽ റിക്വയർ സ്റ്റഡീസ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് വേണം. ഇപ്പോഴത്തെ സാമ്പിളിങ്സ് ഓൺലി ഒരു സ്നാപ്ഷോട്ട് എങ്ങനെയാണ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു സ്നാപ്ഷോട്ട്, ഒരു ചെറിയൊരു പിക്ചർ കിട്ടാനേ സാധ്യതയുള്ളൂ. പലരും സ്റ്റഡീസ് നടത്തുന്നുണ്ട്. KSEB, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ ആക്റ്റീവായിട്ട് കുറെ സാമ്പിൾസ് എടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. CMLROയുടെ ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ടു കളക്ട് സാമ്പിൾസ്. സോ അത് കണ്ടിന്യൂ ചെയ്യും എന്തായാലും. യെസ്, വളരെ നന്ദി ഡോക്ടർ മുഹമ്മദ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. എന്തായാലും പാരിസ്ഥിതിക നാശവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇടവേളയാണ്, മടങ്ങി വരാം.